ക്രിസ്തുവിലേവർക്കും സ്നേഹവന്ദനം. ഇന്നൊരു മെസ്സേജല്ല, മറിച്ച് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ദൈവനിയോഗത്താൽ ഞാൻ കടന്നു വന്നിരിക്കുന്നത്. പരിചയപ്പെടുത്തുന്ന വ്യക്തി ഒരു മാതാവാണ്, ഒരു മാതൃകയുള്ളൊരു മാതാവാണ്. പരിചയപ്പെടുത്താൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ അന്യമായി പോയിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ആരാധനയെ വേണ്ട എന്നുള്ള ചിന്തയിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ആരാധനയെ സ്നേഹിച്ച് ദൈവവേലയെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മാതാവാണ്. ഈ മാതാവിനെ പരിചയപ്പെടുത്താനുള്ള കാരണം, കഴിഞ്ഞ നാളുകളിൽ ഈ മാതാവ് ശാരീരികമായി ഒത്തിരി ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. മാതാവിൻ്റെ പ്രായം 78 വയസ്സാണ്. 78 വയസ്സിലും ഒരാരാധന പോലും മുടക്കിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്രായമായിട്ട് ആരാധനയ്ക്ക് പോകുന്ന ഒത്തിരി പേര് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ മാതാവിൻ്റെ പ്രത്യേകത തൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റിയതാണ്. ആ അസ്വസ്ഥത ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴും ഒരാരാധന പോലും മുടക്കാതെ ഇപ്പോഴും ദൈവത്തെ സ്നേഹിച്ച് ആരാധനയ്ക്ക് പോകുകയെന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു ചടങ്ങിന് പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് മടങ്ങി വരുന്ന ആ ഒരു രീതിയല്ല ഞാൻ കണ്ടിട്ടുള്ളത്. മറിച്ച് ഒരുക്കത്തോടുകൂടെ വചനം വായിച്ച് വചനത്തിൽ നിന്നൊരു ഭാഗം ആരാധനയിൽ പറയാൻ ആ മാതാവിൻ്റെ കയ്യിൽ എല്ലാ ആഴ്ചകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ആ മാതാവിനെ പരിചയപ്പെടുത്തണം. ഒരു മുറിയിലുള്ളിൽ ആ മാതാവ് ഒതുങ്ങിയിരിക്കരുതെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ. ആ മാതാവ് ആ കാല് മുറിക്കുന്ന സമയത്ത് തൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് കൊടുത്ത ചില വരികൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും അത് പുറത്തിറക്കാനൊന്നും അങ്ങനെ പറ്റിയില്ല. പക്ഷേ ഒരു പേപ്പറിൽ അത് എഴുതി വെച്ച് താൻ എപ്പോഴും പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷം തരുന്ന ചില വരികളാണ് ആ മാതാവ് എഴുതിയിട്ടുള്ളത്. നിങ്ങളിലേക്ക് ഞാൻ ആ മാതാവിനെ പരിചയപ്പെടുത്താം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ മാതാവിന് 78 വയസ്സുണ്ട്. ശാരീരികമായിട്ട് ഒത്തിരി ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാവാണ്. പക്ഷേ ഇന്നത്തെ തലമുറ ചെറിയൊരു പനി വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം വരുമ്പോൾ ആരാധനയെ അലക്ഷ്യമാക്കുന്ന അല്ലെങ്കിൽ വേണ്ട പിന്നെ പോകാമെന്നുള്ള ചിന്തയിലൊക്കെ ഇന്നത്തെ തലമുറ മാറുമ്പോൾ എനിക്കും ഇന്നത്തെ തലമുറയ്ക്കൊക്കെ പ്രചോദനമായി നിൽക്കുന്ന ഒരു മാതാവ്. ആ മാതാവ് തൻ്റെ ആ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തിൽ കൊടുത്ത് ബലപ്പെടുത്തിയ ചില വരികൾ നിങ്ങളുടെ മുന്നിൽ ആ മാതാവ് പാടും. നിങ്ങൾ ഈ പാട്ട് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹൃദയം തകർന്ന വേളകളിൽ, മനസ്സോ തകർന്ന വേളകളിൽ ആശ്വാസമായി യേശുനാഥൻ, ആശ്വാസമായി യേശുനാഥൻ, ആശ്വാസമായി സൗഖ്യം തരുന്ന യേശുനാഥേ, ആശ്വാസം പകരുന്ന സ്വർഗനാഥേ, കൂടെയുണ്ട് ആശ്വാസമായി കൂടെയുണ്ട്, രക്ഷകനായി കൂടെയുണ്ട്. ഹൃദയം തകർന്ന വേളകളിൽ, മനസ്സു തകർന്ന വേളകളിൽ ആശ്വാസമായി യേശുനാഥൻ, ആശ്വാസമായി യേശുനാഥൻ, ആശ്വാസമായി ഉറ്റവർ ബന്ധുക്കൾ കൈവിടുമ്പോൾ, സ്നേഹിച്ച കൂട്ടുകാർ മാറിടുമ്പോൾ ചാരയുണ്ട് യേശുനാഥൻ, ചാരയുണ്ട് യേശുനാഥൻ, കൂടെയുണ്ട്. ഹൃദയം തകർന്ന വേളകളിൽ, മനസ്സു തകർന്ന വേളകളിൽ ആശ്വാസമായി യേശുനാഥൻ, ആശ്വാസമായി യേശുനാഥൻ, ആശ്വാസമായി കർത്താവിൻ വരവു സമീപമായി, ലോകലക്ഷണങ്ങൾ കാണുന്നില്ലേ, ഒരുങ്ങിടാം
ഒരുങ്ങിടാം കർത്താവിൻ വരവിനായി ഒരുങ്ങിടാം രക്ഷകൻ വരവിനായി ഒരുങ്ങിടാം ഹൃദയം തകർന്ന വേളകളിൽ മനസ്സു തകർന്ന വേളകളിൽ ആശ്വാസമായി ആശ്വാസമായി യേശുനാഥൻ ആശ്വാസമായി യേശുനാഥൻ ആശ്വാസമായി കർത്താവിൻ സ്നേഹത്തെ ഓർത്തിടുമ്പോൾ നാവിതു പോരാ വർണ്ണിച്ചിടാൻ ദൈവസ്നേഹം ദൈവസ്നേഹം മാറാത്ത സ്നേഹം ദൈവസ്നേഹം ശാശ്വത സ്നേഹം ദൈവസ്നേഹം ഹൃദയം തകർന്ന വേളകളിൽ മനസ്സു തകർന്ന വേളകളിൽ ആശ്വാസമായി ആശ്വാസമായി യേശുനാഥൻ ആശ്വാസമായി യേശുനാഥൻ ആശ്വാസമായി